ഹായ്. അപ്പോൾ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പരിപാടി? ഉത്രാടായതുകൊണ്ട് എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും അല്ലേ? അപ്പം ഞാൻ പാച്ചിലുമില്ല, കാരണം കടന്നേന്നാണ് പാച്ചിൽ. ഇപ്പം റെസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടിട്ട് പാച്ചിലില്ല. നമുക്ക് അകത്തപ്പണിയാണ് കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു തന്നു. അപ്പം നമ്മളിങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചുമ്മാ നിങ്ങളടുത്ത് എൻ്റെ ഓണവിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഇപ്പം ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യാറ്. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റാറില്ല. ചില പ്രാവശ്യം ഉണ്ടാക്കും, ബാക്കി എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യും. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാം കൂടി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ജോലിക്കും പോകണതുകൊണ്ടൊക്കെ കൂടെ പറ്റൂലായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അമ്മയുണ്ട്. അപ്പം അമ്മ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് കറികളൊക്കെ അമ്മ ഉണ്ടാക്കും, കുറച്ച് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്വന്തമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോകണതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. പലപ്പോഴും പറ്റാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്രാവശ്യം പറ്റുന്നുണ്ട്. അപ്പോൾ തിരുവോണം നാളത്തെ വിശേഷങ്ങളൊക്കെ നാളെയും കൂടി ചേർത്ത് പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. എന്തൊക്കെ കറികൾ വെച്ചു, എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, കാണിച്ചു തരാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അത്യാവശ്യം എല്ലാ പണിയും കഴിഞ്ഞത് സെറ്റായിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ പണികളാണുള്ളത്. അപ്പം അമ്മ അവിടെ പണിതുകൊണ്ടിരിക്കണേന് എല്ലാം കഴിയുമ്പോൾ എല്ലാം കാണിച്ചു തരാം. സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗസ്റ്റായിട്ട് ചേട്ടനും വൈഫും കൊച്ചുവാണുള്ളത്. മസ്കലിലായതുകൊണ്ട് അച്ഛന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത വർഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ പ്രത്യേകം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമില്ലതേ. പായസമായിട്ട് പരിപ്പായസം പാലട പായസം എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മധുരക്കറി, പരിപ്പ് കറി, കുറുക്ക് കാളൻ, ഉള്ളിത്തീയൽ, പുളി ഇഞ്ചി, കൂട്ടുകറി, ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. സ്വയം പൊങ്ങി എല്ലാം ശരിക്കും നല്ലതായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിലത്ത് ഇലക്കിയിട്ട് വിളമ്പി സെറ്റായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അപ്പം ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സദ്യയൊക്കെ കഴിച്ച് നമ്മളിവിടെ വെറുതെ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, കണ്ണൻ ചേട്ടൻ. കണ്ണൻ ഇപ്പോൾ പുറത്തോട്ട് പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വിഷ് ചെയ്താലോ അമ്മ? എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ബൈ, ലവ് യു ഓൾ. ഹാപ്പി ഓണം. ഓണം വൈബ്സായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഓണം. എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോഴല്ലേ എനിക്കത് ഇരട്ടി സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ സന്തോഷം ഇരട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹാപ്പി ഓണം.